ലേവ്യ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം. അകൃത്യയാഗത്തിന്റെ പ്രമാണമാതാവ് അത് അതിവിശുദ്ധം. ഹോമമൃഗത്തെയും അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അകൃത്യയാഗത്തെയും അറുക്കേണം. അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കേണം. അതിന്റെ സകല മോദസ്സും, അടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മൂത്രപീഠങ്ങൾ കൂടെ കളിയുള്ള വായ്പും എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് ദഹനമായി ദഹിപ്പിക്കണം. അത് അകൃത്യയാഗ പുരോഹിതകുലത്തിലെ ആണുങ്ങൾക്കൊക്കെയും അത് തിന്നോണം. ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നോണം. അത് അതിവിശുദ്ധം. പാപയാഗം പോലെ തന്നെ അകൃത്യയാഗവുമാകുന്നു. അവയ്ക്ക് പ്രമാണവും ഒന്നും തന്നെ. പ്രായശ്ചിത്തം കഴിക്കുന്ന പുരോഹിതന് അത് ഇരിക്കണം. പുരോഹിതന് ഒരുത്തന്റെ ഹോമയാഗം അർപ്പിക്കുമ്പോൾ അർപ്പിച്ച പുരോഹിതന് ഹോമമൃഗത്തിന്റെ തോൽ ഇരിക്കണം. അടുപ്പത്ത് വെച്ച് ചുടുന്ന ഭോജനയാഗത്തെയും ഉരിയിലിട്ട് ചുടുന്ന ഉണ്ടാക്കിയതൊക്കെയും അർപ്പിക്കുന്ന പുരോഹിതന് ഇരിക്കണം. എണ്ണ ചേർത്തതോ ചേർക്കാത്തതോ ആയ സകല ഭോജനയാഗവും അഹരോന്റെ സകല പുത്രന്മാർക്കും ഒരുപോലെ ഇരിക്കണം. യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാനയാഗത്തിന്റെ പ്രമാണമാതാവ് അതിനെ സ്തോത്രമായി അർപ്പിക്കുന്ന എങ്കിൽ അവൻ സ്തോത്രയാഗത്തോടുകൂടെ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടയും എണ്ണ ചേർത്തു കുതിർത്ത നേരിയ മാവ് ഉണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം. സ്തോത്രമുള്ള സമാധാനയാഗത്തോടുകൂടെ പുളിച്ച മാവുണ്ടാക്കിയ ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം. എല്ലാ വഴിപാടിലും അതാത് വകയിൽ നിന്ന് ഒരുത്തന് യഹോവയ്ക്ക് നിരഞ്ജനാർപ്പണമായിട്ട് അർപ്പിക്കണം. അത് സമാധാനയാഗത്തിന്റെ രക്തം തളിക്കുന്ന പുരോഹിതന് ഇരിക്കണം. എന്നാൽ സ്തോത്രമായുള്ള സമാധാനത്തിന്റെ മാംസം അർപ്പിക്കുന്ന ദിവസം സകലത്തിൽ തന്നെ തിന്നോണം. അതിലൊട്ടും പ്രഭാതം വരെ ശേഷിക്കരുത്. അർപ്പിക്കുന്ന യാഗം ഒരു നേർച്ചയോ സ്വന്തമാനോ ആകുന്നുവെങ്കിൽ യാഗം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ അത് തിന്നോണം. അതിൽ ശേഷിപ്പുള്ളത് പിറ്റേന്നാളും തിന്നോണം. യാഗസ്ഥലത്ത് 3-ാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിൽ ഇട്ട് ചുട്ടുകളയണം. സമാധാനയാഗത്തിന്റെ മാംസത്താൽ ഏതാനും 3-ാം ദിവസം തിന്നാൽ അത് പ്രസാദമായിരിക്കുകയില്ല. അർപ്പിക്കുന്നവന് കണക്കിടുകയുമില്ല. അത് അറപ്പായിരിക്കും. അത് തിന്നുവാൻ കുറ്റം വഹിക്കണം. ശുദ്ധിയില്ലാത്ത വല്ലതിനെയും തൊട്ടുപോയ മാംസം തിന്നരുത്. അത് തീയിലിട്ട് ചുട്ടുകളയണം. ശേഷം മാംസമോ ശുദ്ധിയുള്ളവനാലോ തിന്നോണം. എന്നാൽ അശുദ്ധി തന്റെ മേലിരിക്കുമ്പോൾ ആരെങ്കിലും യഹോവയ്ക്കുള്ള സമാധാനയാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. മനുഷ്യന്റെ അശുദ്ധിയെയോ അശുദ്ധ മൃഗത്തെയോ ശുദ്ധിയില്ലാത്തവല്ല അർപ്പിനോ ഇങ്ങനെ ശുദ്ധിയില്ലാത്ത യാതൊന്നിനെയും ആരെങ്കിലും തൊട്ടിട്ട് യഹോവയ്ക്കുള്ള സമാധാനയാഗത്തോടെ മാംസം തിന്നാൽ അവനെ അവന്റെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയണം. യഹോവ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ചെമ്മരിയാട്ടിന്റെയോ കോലാടിന്റെയോ കാളയുടെയോ മോദസ് നിങ്ങൾ ആശേഷം തിന്നരുത്. താനോ ചത്തതിന്റെയോ മോദസ്സും പറിച്ചു കീറിയതിന്റെയോ മോദസ്സും ഏതെങ്കിലും കൈക്കൊള്ളാം. തിന്ന് മാത്രം അരുത്. യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിച്ച മൃഗത്തിന്റെ മോദസ് ആരെങ്കിലും തിന്നാൽ അവനെ അവന്റെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയണം. നിങ്ങളുടെ വാസസ്ഥലത്ത് എങ്ങാനും യാതൊരു പക്ഷിയുടെയോ മൃഗത്തിന്റെയോ രക്തം നിങ്ങൾ ഭക്ഷിക്കരുത്. വല്ല രക്തവും ഭക്ഷിക്കുന്നവനെ എല്ലാം അവന്റെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയണം. അവനെ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തു,
ചെയ്തത്. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവയ്ക്ക് സമാധാനയാഗം അർപ്പിക്കുന്നവൻ തൻ്റെ സമാധാനയാഗത്തിന് യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം. സ്വന്തം കൈയാൽ അവൻ അത് യഹോവയുടെ യാഗമായി കൊണ്ടുവരണം. യഹോവയുടെ സന്നിധിയിൽ നിർജ്ജനമർപ്പണമായി നീരാജനം ചെയ്യേണ്ടതിന് നെഞ്ചോടുകൂടെ മോദസ് കൊണ്ടുവരണം. പുരോഹിതൻ മോദസ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. എന്നാൽ നെഞ്ച് അഹരോനെയോ പുത്രന്മാർക്കോ ഇരിക്കണം. നിങ്ങളുടെ സമാധാനയാഗത്താൽ അല്ലാതെ കൈക്കൂറും ഉദർപ്പണത്തിനായി നിങ്ങൾ പുരോഹിതന്റെ പക്കൽ കൊടുക്കണം. അഹരോന്റെ പുത്രന്മാരെ സമാധാനയാഗങ്ങളുടെ രക്തവും മോദസും അർപ്പിക്കുന്നതിന് വല്ലാത്ത കൈക്കൂറ് ഓഹരിയായിരിക്കണം. ഇസ്രായേൽ മക്കളുടെ സമാധാനയാഗത്തിൽ നിന്ന് നിർജ്ജനത്തിന്റെ നെഞ്ചും ഉതിർച്ചയുടെ കൈക്കൂറും ഞാൻ എടുത്ത് പുരോഹിതനായ അഹരോന്റെയും പുത്രന്മാരുടെയും ഇസ്രായേൽ മക്കളോടുള്ള ശാശ്വതമാക്കി കൊടുത്തിരിക്കുന്നു. അത് അഹരോനെയും പുത്രന്മാരെയും യഹോവയ്ക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിച്ച നാൾ മുതൽ യഹോവയുടെ ദഹനയാഗങ്ങളിൽ നിന്ന് അഹരോന്റെയും ഓഹരിയെയും അവന്റെ പുത്രന്മാർക്ക് ഓഹരിയും ആകുന്നു. ഇസ്രായേൽ അത് അവർക്ക് കൊടുക്കണമെന്നും താൻ അവരെ അഭിഷേകം ചെയ്ത നാളിൽ യഹോവ കൽപ്പിച്ച് അത് അവർക്ക് തലമുറയുമായി സ്വസ്ഥതയുള്ള അവകാശമാകുന്നു. ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, കരപൂർണയാഗം, സമാധാനയാഗം എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള പ്രമാണം ഇതുതന്നെ. യഹോവയ്ക്ക് തങ്ങളുടെ വഴിപാടുകൾ കഴിപ്പാൻ അവൻ ഇസ്രായേൽ മക്കളോട് സീനായി മരുഭൂമിയിൽ വെച്ച് അരുളിച്ചെയ്ത നാളിൽ യഹോവ മോശെയോട് സീനായി പർവ്വതത്തിൽ വെച്ച് ഇവ കൽപ്പിച്ചു. ദൈവമേ സ്തുതിയോഗ്യമാവുന്നു. ബാരിക്കുമോർ.